ഹായ് ഹലോ റീസ്റ്റാറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഭരണഘടനയെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വയ്ക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഭരണഘടനയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏതാണ്? വേഗം 4 ഓപ്ഷൻസ് വായിച്ചിട്ട് ആൻസർ പറയാൻ നോക്കിയേ. അറിയാമോ? ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ് കേട്ടോ. മൗലികാവകാശമാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ആമുഖം, രാജ്യസഭ, മൗലികാവകാശങ്ങൾ, ലിഖിത ഭരണഘടന, ഈ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടല്ലോ. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇതെല്ലാം USA നിന്നും കടമെടുത്ത ആശയങ്ങളാണ് കേട്ടോ. എവിടെ നിന്നാണ്? USA നിന്നാണ് കടമെടുത്തത്. മൗലികാവകാശങ്ങളുടെ ശില്പി ആരാണ്? യെസ്, സർദാർ വല്ലഭായ് പട്ടേലാണ് അല്ലേ. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യൻ ബിസ്മാർക്ക്, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നൊക്കെ അപരനാമമുള്ള ഒരു വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ ഈ ഒറ്റ ക്വസ്റ്റ്യനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മളിന്ന് പഠിച്ചു അല്ലേ. ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മൗലികാവകാശമാണ്. ആമുഖം, രാജ്യസഭ, മൗലികാവകാശം, ലിഖിത ഭരണഘടന, ഇതെല്ലാം കടമെടുത്തത് എവിടെ നിന്നാണ്? USA നിന്നാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യൻ ബിസ്മാർക്ക്, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നീ അപരനാമങ്ങളുള്ളത് ആർക്കാണ്? സർദാർ വല്ലഭായ് പട്ടേലിനാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര തരത്തിലുള്ള മൗലികാവകാശങ്ങളാണ് ഉള്ളത്? എത്രയാണ്? ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര തരത്തിലുള്ള മൗലികാവകാശങ്ങളാണ് ഉള്ളത്? ഓപ്ഷൻ സി 7 കേട്ടോ. 7 തരത്തിലുള്ള മൗലികാവകാശങ്ങളാണ് എപ്പോൾ? ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നിലവിൽ എത്ര മൗലികാവകാശങ്ങളുണ്ട്? ഇപ്പം എത്ര മൗലികാവകാശങ്ങളുണ്ട്? 6 എണ്ണമാണ് ഉള്ളത് അല്ലേ. അപ്പോൾ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തതോടുകൂടിയാണ് 6 ആയത് കേട്ടോ. ഓക്കെ, സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതിയാണ് 44-ാം ഭേദഗതി. 1978 44-ാം ഭേദഗതി ചെയ്തത്. ഓക്കെ, അതുപോലെ സ്വത്തവകാശം ഇപ്പോൾ നിയമാവകാശമാണ് കേട്ടോ. സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? 300A ആണ്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻസ് വായിച്ചിട്ട് ആൻസർ പറയാൻ നോക്കിയേ. കിട്ടുന്നുണ്ടോ? യെസ്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഓപ്ഷൻ സി 42-ാം ഭേദഗതിയാണ് കേട്ടോ. ഒരൊറ്റ തവണ മാത്രമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ആ വർഷമാണ് 1976. വെരി ഇമ്പോർട്ടൻറ്റ്. 1976 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അതും ഒരൊറ്റ തവണ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളൂ. 42-ാം ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും ഈ ഭേദഗതിയെ അറിയപ്പെടുന്നുണ്ട്. ഇതിനെ 42-ാം ഭേദഗതിയെ. നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കുന്നതിന് അധികാരമുള്ളത് ആർക്കാണ്? ഇന്ത്യയിൽ ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കുന്നതിന് അധികാരമുള്ളത് ഓപ്ഷൻസ് വായിച്ചു നോക്കിയേ. ആർക്കാണ് വരിക? യെസ്, ആൻസർ ഓപ്ഷൻ ബി, പാർലമെൻറ്റിനാണ് അധികാരമുള്ളത് കേട്ടോ. ഇന്ത്യയിലൊരു പുതിയ സംസ്ഥാനം രൂപീകരിക്കുന്നതിനുള്ള അധികാരം ആർക്കാണ്? പാർലമെൻറ്റിനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 14 കേട്ടോ. ഓപ്ഷൻ സി അനുച്ഛേദം 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ നോക്കാം. അനുച്ഛേദം 15 എന്താണ് പറയുന്നത്? സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 15 കേട്ടോ. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 15. അതിൻ്റെ കൂടെ തന്നെയുള്ളതാണ് ജാതി, മതം, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടന കൂടിയാണ് അനുച്ഛേദം 15. ഓക്കെ, ഈ 2 കാര്യങ്ങളും അനുച്ഛേദം 15-ൽ ഉൾപ്പെടുന്നതാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന ഭരണഘടനാ വകുപ്പ്, ജാതി, മതം, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്ന് പ്രസ്താവിക്കുന്നത്. അടുത്തത് അനുച്ഛേദം 17. തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ
നിരോധിക്കുന്നതാണ് അനുച്ഛേദം 17 കേട്ടോ. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ അനുച്ഛേദമാണ് അനുച്ഛേദം 17. ഓക്കെ, അടുത്തത് അനുച്ഛേദം 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ഏത്? അനുച്ഛേദം 19. അനുച്ഛേദം 14 എന്താണ്? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 14. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ് കേട്ടോ. തുല്യരിൽ ഒന്നാമൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? പ്രധാനമന്ത്രിയാണ് കേട്ടോ. തുല്യരിൽ ഒന്നാമൻ എന്നറിയപ്പെടുന്നതും കേന്ദ്ര മന്ത്രിസഭയുടെ തലവനും പ്രധാനമന്ത്രിയാണ്. ആസൂത്രണ കമ്മീഷനു പകരം നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ചെയർമാനും ആര് തന്നെയാണ്? പ്രധാനമന്ത്രിയാണ് കേട്ടോ. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. കേന്ദ്ര മന്ത്രിസഭയുടെ തലവനാണ് പ്രധാനമന്ത്രി, തുല്യരിൽ ഒന്നാമൻ എന്നറിയപ്പെടുന്നതും പ്രധാനമന്ത്രിയാണ്, നീതി ആയോഗിൻ്റെ ചെയർമാനും ആര് തന്നെയാണ്? പ്രധാനമന്ത്രിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. രാജ്യസഭ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഉപരിസഭ, ഓപ്ഷൻ ബി സെക്കൻഡ് ചേംബർ, ഓപ്ഷൻ സി ഹൗസ് ഓഫ് എൽഡേഴ്സ്, ഓപ്ഷൻ ഡി ഇവയെല്ലാം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഇവയെല്ലാമാണ് കേട്ടോ. രാജ്യസഭയുടെ മറ്റു പേരുകളാണ് ഉപരിസഭ, സെക്കൻഡ് ചേംബർ, ഹൗസ് ഓഫ് എൽഡേഴ്സ്, അതുപോലെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? രാജ്യസഭ തന്നെയാണ് കേട്ടോ. രാജ്യസഭയുടെ കാലാവധി ഉണ്ടോ? ഇല്ല. രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല, സ്ഥിരം സഭയാണല്ലേ. രാജ്യസഭയുടെ അംഗങ്ങളുടെ കാലാവധിയാണ് 6 വർഷം. ഓക്കെ അല്ലേ? അപ്പോൾ രാജ്യസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായില്ലേ? 8ാമത്തെ ക്വസ്റ്റ്യൻ. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തെ പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തെ പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ്. നിങ്ങൾ പോസ് ചെയ്തിട്ട് ആൻസർ പറയാനായിട്ട് ശ്രമിച്ചോളൂ കേട്ടോ. ഓപ്ഷൻസ് ഒക്കെ വായിച്ചിട്ട്. ഞാൻ വേഗം പോകുന്നുണ്ട്, ഇല്ലെങ്കിൽ ലെങ്ത് കൂടും വീഡിയോൻ്റെ. ഓക്കെ, പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തെ പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് ഓപ്ഷൻ എ 108 കേട്ടോ. 108 സംയുക്ത സമ്മേളനം എന്ന ആശയം കടമെടുത്തത് ഓസ്ട്രേലിയയിൽ നിന്നാണ് കേട്ടോ. സംയുക്ത സമ്മേളനം എന്ന ആശയം കടമെടുത്തത് എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. എന്നാൽ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? അത് ലോക്സഭാ സ്പീക്കറാണ് കേട്ടോ. ലോക്സഭാ സ്പീക്കറാണ് സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. സംയുക്ത സമ്മേളനം എന്ന ആശയം കടമെടുത്തത് ഓസ്ട്രേലിയയിലാണ്. സംയുക്ത സമ്മേളനം പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? 108. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മണി ബില്ലുകൾ അവതരിപ്പിക്കാൻ ആരുടെ മുൻകൂട്ടിയുള്ള അനുമതി ആവശ്യമാണ്? ഓപ്ഷൻസ് വായിച്ചിട്ട് ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിച്ചു നോക്കൂ കേട്ടോ. ഞാൻ ആൻസർ പറയാൻ പോവാണ്. ഓപ്ഷൻ ബി പ്രസിഡൻ്റ് ആണ് കേട്ടോ. മണി ബില്ലുകൾ അവതരിപ്പിക്കാൻ പ്രസിഡൻറ്റിൻ്റെ മുൻകൂട്ടിയുള്ള അനുമതിയാണ് ആവശ്യം. ഓക്കെ, ഇനി അടുത്ത കുറച്ച് പോയിന്റ്സ് ഉണ്ട്, നോട്ട് ചെയ്ത് വെച്ചോളൂ. മണി ബില്ലിനെ പ്രതിപാദിക്കുന്ന അനുച്ഛേദം, മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം എത്രയാണ്? 110 കേട്ടോ. മണി ബിൽ അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ് കേട്ടോ. ലോക്സഭയിലാണ് മണി ബിൽ അവതരിപ്പിക്കുന്നത്. ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. 10ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിൽ ബജറ്റ് എന്ന വാക്കിന് പകരം ഉപയോഗിക്കുന്ന പദം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ഡി വാർഷിക സാമ്പത്തിക പ്രസ്താവന എന്നാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിൽ ബജറ്റ് എന്ന വാക്കിന് പകരം ഉപയോഗിക്കുന്ന പദം ഏതാണ്? വാർഷിക സാമ്പത്തിക പ്രസ്താവന എന്നാണ്. ബജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 112 കേട്ടോ. ബജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം എത്രയാണ്? 112. ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹലാനോബിസ് ആണ് കേട്ടോ. PC മഹലാനോബിസ് ആണ് ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ് രാഷ്ട്രപതി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്? ഏത് അനുച്ഛേദം അനുസരിച്ചിട്ടാണ് രാഷ്ട്രപതി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ വരിക? ആൻസർ ഓപ്ഷൻ എ അനുച്ഛേദം 352 കേട്ടോ. 352 രാഷ്ട്രപതി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഏത് അനുച്ഛേദം അനുസരിച്ചിട്ടാണ്? അനുച്ഛേദം 352. ഓക്കെ, ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ നോക്കാം. അനുച്ഛേദം 356 എന്ന് പറയുന്നത് സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതാണ് കേട്ടോ. സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതാണ് അനുച്ഛേദം 356.
352 എന്താണ്, ദേശീയ അടിയന്തരാവസ്ഥയാണ് കേട്ടോ. ഇനി 360 സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. അനുച്ഛേദം 360 എന്നത് സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. അനുച്ഛേദം 340 പിന്നോക്ക വിഭാഗങ്ങളുടെ അവസ്ഥ അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ നിയമിക്കുക എന്നതാണ് അനുച്ഛേദം 340 കേട്ടോ. പിന്നോക്ക വിഭാഗങ്ങളുടെ അവസ്ഥ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ നിയമിക്കുക എന്നതാണ് അനുച്ഛേദം 340. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി. GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 101 ഭരണഘടനാ ഭേദഗതിയാണ് കേട്ടോ. 101 കേട്ടോ ആൻസർ വരുന്നത്. GST നിലവിൽ വന്നത് എന്നാണ്, ഓർമ്മയുണ്ടോ? 2017 ജൂലൈ 1 GST നിലവിൽ വന്നത് കേട്ടോ. 2017 ജൂലൈ 1. ഓക്കെ, ഇന്ത്യയിൽ GST പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ആസാമാണ് കേട്ടോ. ഇന്ത്യയിൽ GST പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ആസാമാണ്. GSTയുടെ ആപ്തവാക്യം എന്താണ്? ഒരു രാഷ്ട്രം, ഒരു നികുതി, ഒരു വിപണി. ഓക്കെ, 1 നാഷൻ 1 ടാക്സ് 1 മാർക്കറ്റ്, അങ്ങനെയാണ് കേട്ടോ GSTയുടെ ആപ്തവാക്യം. കേരളത്തിൻ്റെ GST സ്റ്റേറ്റ് കോഡ് 32 കേട്ടോ. കേരളത്തിൻ്റെ GST സ്റ്റേറ്റ് കോഡ് ഏതാണ്? 32. അടുത്ത ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കുകയാണ് കേട്ടോ. മാച്ച് ദ ഫോളോയിങ് ആണ്. മൗലിക കടമകൾ എവിടെ നിന്നാണ് കടമെടുത്തത്? മൗലിക കടമകൾ റഷ്യയിൽ നിന്നാണ് കടമെടുത്തത് കേട്ടോ. മൗലിക കടമകൾ റഷ്യയിൽ നിന്നും കടമെടുത്തതാണ്. റിപ്പബ്ലിക് എവിടെ നിന്നാണ് കടമെടുത്തത്? അത് ഫ്രാൻസിൽ നിന്നാണ് കടമെടുത്തത്. റിപ്പബ്ലിക് ഫ്രാൻസിൽ നിന്നാണ് കടമെടുത്തത്. കൺകറൻറ്റ് ലിസ്റ്റ് ഓസ്ട്രേലിയയിൽ നിന്നാണ് കടമെടുത്തത് കേട്ടോ. കൺകറൻറ്റ് ലിസ്റ്റ് എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ് കടമെടുത്തത്. ഫെഡറൽ കോടതി അതെവിടെ നിന്നാണ് കടമെടുത്തത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ് ഫെഡറൽ കോടതി കടമെടുത്തത്. ഓക്കെ അല്ലേ? അപ്പോൾ മൗലിക കടമകൾ റഷ്യയിൽ നിന്നാണ്, റിപ്പബ്ലിക് ഫ്രാൻസിൽ നിന്നാണ്, കൺകറൻറ്റ് ലിസ്റ്റ് എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ്, ഫെഡറൽ കോടതി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ് കടമെടുത്തത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപനം നടത്തിയത് ഏത് കേസിലാണ്? ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപനം നടത്തിയത് ഏത് കേസിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ വരിക? ഒരുപാട് കേസുകളുണ്ടല്ലേ. കേശവാനന്ദ ഭാരതി കേസ്, ബേരുബാരി കേസ്, മിനർവ മിൽസ് കേസ് ഒക്കെ ഉണ്ട്. പക്ഷേ ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപനം നടത്തിയത് ബേരുബാരി കേസാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകളാണ് ഉള്ളത്? അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ആൻസറും അറിയാവുന്നതാണ്. 24. ആൻസർ 24 വരുന്നത്. അശോക ചക്രത്തിൻ്റെ നിറം എന്തായിട്ടാണ്? നേവി ബ്ലൂ ആണ് അല്ലേ. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. PYQ ആണ്, നേവി ബ്ലൂ. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗലി വെങ്കയ്യ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ ഗവൺമെൻറ് ഈ ഒരു ചിഹ്നമില്ലേ, ഈ ഒരു ചിഹ്നം രൂപയുടെ ദേശീയ ചിഹ്നമായി സ്വീകരിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാണ് ആൻസർ വരുന്നത്? ആൻസർ 2010 ജൂലൈ 15 ആണ് കേട്ടോ. 2010 ജൂലൈ 15 രൂപയുടെ ദേശീയ ചിഹ്നമായിട്ട് ഈ ഒരു ചിഹ്നം സ്വീകരിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ആമുഖം ഭേദഗതി ചെയ്ത സമയത്ത് ആരായിരുന്നു പ്രധാനമന്ത്രി? ആമുഖം ഭേദഗതി ചെയ്ത സമയത്ത് ആരായിരുന്നു പ്രധാനമന്ത്രി? ആൻസർ ഇന്ദിരാഗാന്ധി ആണ് കേട്ടോ. ഇന്ദിരാഗാന്ധി ആയിരുന്നു ആമുഖം ഭേദഗതി ചെയ്ത സമയത്ത് പ്രധാനമന്ത്രി ആയിരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ ഓപ്ഷൻസ് ഒന്നും വായിക്കുന്നില്ല, വെറുതെ ടൈം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്ന ചുവടെ പറയുന്ന ആശയങ്ങളിൽ ശരിയായത് ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ തന്നിട്ടുണ്ട്? അടിയന്തരാവസ്ഥ ജർമ്മനിയിൽ നിന്നാണ് കടമെടുത്തത്. സുപ്രീം കോടതി എന്ന് പറയുന്നത് USA നിന്നും കടമെടുത്തതാണ്. റിപ്പബ്ലിക് ഫ്രാൻസിൽ നിന്നും കടമെടുത്തു എന്നാണ് ഓപ്ഷനിൽ പറയുന്നത്. നിയമവാഴ്ച ബ്രിട്ടനിൽ നിന്നും കടമെടുത്തതാണ്. അങ്ങനെയെങ്കിൽ ഇതിൽ ശരിയായത് ഏതെല്ലാമാണ്? യെസ്, എല്ലാം ശരിയാണ് കേട്ടോ. അടിയന്തരാവസ്ഥ ജർമ്മനിയിൽ നിന്നാണ്. സുപ്രീം കോടതി എന്ന് പറയുന്നത് USA നിന്നും കടമെടുത്തതാണ്. റിപ്പബ്ലിക് എന്ന് പറയുന്നത് ഫ്രാൻസിൽ നിന്നും കടമെടുത്തതാണ്. നിയമവാഴ്ച എന്ന് പറയുന്നത് ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തതാണ്. അപ്പോൾ 4 ശരിയാണ്. 1, 2, 3, 4 എന്നിവ ശരിയാണ്. ഓക്കെ, 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2024-25 യൂണിയൻ ബഡ്ജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആരാണ്? യൂണിയൻ ബഡ്ജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ വർഷം? 2024-25. ആൻസർ വരുന്നത്
പ്രണബ് മുഖർജി ആണോ? അല്ല അല്ലേ, നിർമ്മല സീതാരാമനാണ് കേട്ടോ. നിർമ്മല സീതാരാമനാണ് 2024-25 യൂണിയൻ ബഡ്ജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം ഏതാണ്? അറിയാമല്ലേ, എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം നബാർഡാണ് കേട്ടോ. നബാർഡാണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 21, താഴെ പറയുന്നവയിൽ സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരാണ്? സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് കേട്ടോ. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഏത് ഭാഗത്താണ് പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? യെസ്, ആൻസർ നിർദ്ദേശക തത്വങ്ങളിലാണ് പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചോളൂ. ഈ ക്ലാസ്സിൽ പറയുന്ന ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും PYQ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാം നോട്ട് ചെയ്ത് പഠിച്ച് വെച്ചോളൂ കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആഡ് ചെയ്ത് പോകുന്നുമുണ്ട്, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. 23ാമത്തെ ക്വസ്റ്റ്യൻ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏതാണ്? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ചാണ് കേട്ടോ പ്രതിപാദിക്കുന്നത്. ആ കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ. സർക്കാരിയ കമ്മീഷനാണ് കേട്ടോ, നോട്ട് ചെയ്തോളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു അധികാരി തൻ്റെ കർത്തവ്യം നിർവഹിക്കാതിരുന്നാൽ അത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന റിട്ട്, നമുക്കറിയാം റിട്ടുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ റിട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിട്ടുകളെ കുറിച്ച് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഇവിടുത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രം ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഒരു അധികാരി തൻ്റെ കർത്തവ്യം നിർവഹിക്കാതിരുന്നാൽ അത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ് കേട്ടോ. മാൻഡമസ്. ഓക്കെ. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ഇതും റിട്ടുകളെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചോളൂ. കോടതിയിൽ പുറപ്പെടുവിക്കുന്ന പ്രധാനപ്പെട്ട റിട്ടുകളും അവയുടെ അർത്ഥങ്ങളും നൽകിയിരിക്കുന്നതിൽ നിന്ന് ശരിയായത് കണ്ടെത്താനാണ് പറയുന്നത്. റിട്ടുകളുടെ പേരറിയാലോ, മാൻഡമസ്, ക്വാ വാറന്റോ, ഹേബിയസ് കോർപ്പസ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ത് വരും? വായിച്ച് നോക്കിയേ, വേഗം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേഗം ആൻസർ പറയാൻ നോക്കിയേ. മാൻഡമസ് എന്ന് പറഞ്ഞാൽ നാം കൽപ്പിക്കുന്നു എന്നതാണ് അർത്ഥം. ഓക്കെ, അത് കറക്റ്റാണ്. ക്വാ വാറന്റോ എന്ന് പറഞ്ഞാൽ എന്തധികാരം എന്നാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ക്വാ വാറന്റോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എന്തധികാരം. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം. നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്ന അർത്ഥം വരുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. അങ്ങനെയാണെങ്കിൽ മൂന്നും എന്താണ്? ശരിയായിട്ടുള്ള ആൻസറാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പോസ് ചെയ്തിട്ട് ഓപ്ഷൻസ് വായിച്ച് നോക്കുക കേട്ടോ, എന്നിട്ട് ആൻസർ പറയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഞാൻ വേഗം വായിച്ച് പോകുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 26, ചുവടെ നൽകിയിരിക്കുന്നവയിൽ തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റാണ് കേട്ടോ. ശരിയായത് ഏത്, തെറ്റായത് ഏത് എന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ കറക്റ്റായിട്ട് അത് വായിച്ച് അത് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ, തെറ്റാണെങ്കിൽ തെറ്റ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങൾ ഓപ്ഷൻസ് വായിക്കാൻ. അപ്പോൾ നമുക്ക് മാറിപ്പോവില്ല. ഓക്കെ, നോക്കാം ഓപ്ഷൻസ്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഇത് ശരിയാണോ തെറ്റാണോ? യെസ്, ശരിയാണ് കേട്ടോ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? തെറ്റായത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? അത് ശരിയായിട്ടുള്ളതാണ്. അടുത്തത്, ഭരണഘടന നിലവിൽ വന്ന സമയത്ത് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അതും എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, 1974 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 10 മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. ഇത് ശരിയാണോ തെറ്റാണോ? യെസ്, ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. 1974 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 10 മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ, അടുത്ത ഓപ്ഷൻ നോക്കാം. 6 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്
വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നത് രക്ഷിതാക്കളുടെ മൗലിക കടമയിൽ ഉൾപ്പെടുന്നതാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 6 മുതൽ 18 വയസ്സ് വരെയല്ല, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നത് രക്ഷിതാക്കളുടെ മൗലിക കടമയിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ 4ാമത്തെ ഓപ്ഷൻ ഡി ആണ് തെറ്റ് കേട്ടോ. അത് നോട്ട് ചെയ്ത് വെച്ചോളൂ. 6 മുതൽ 14 വയസ്സ് വരെയാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, 27ാമത്തെ ക്വസ്റ്റ്യൻ, മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് പാർലമെൻ്റ് ആണോ, രാഷ്ട്രപതിയാണോ, സുപ്രീം കോടതിയാണോ, നിയമനിർമ്മാണ സഭയാണോ? ഏതാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്? യെസ്, ഓപ്ഷൻ സി സുപ്രീം കോടതിയാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോളൂ, വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നത് എന്താണ്? ഏതാണ്? ആമുഖമാണോ, മൗലിക കർത്തവ്യങ്ങളാണോ, മൗലിക അവകാശങ്ങളാണോ, നിർദ്ദേശക തത്വങ്ങളാണോ? കൺഫ്യൂഷൻ ആവരുത്. ആൻസർ വരുന്നത് മൗലിക അവകാശങ്ങളാണ് കേട്ടോ. കർത്തവ്യങ്ങളല്ല, മൗലിക അവകാശങ്ങളാണ് സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നത്. നോട്ട് ചെയ്ത് വെച്ചോളൂ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തതൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. ഓക്കെ, തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്താനാണ് പറയുന്നത്. 5 സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത്. നമുക്ക് വേഗം ഒന്ന് വായിച്ചു നോക്കാം. മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം കറാച്ചിയിലെ 1931 നടന്നതാണ്. 2. 1931 കറാച്ചി സമ്മേളനത്തിൽ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. 3. പ്രമേയം എഴുതി തയ്യാറാക്കിയത് സർദാർ വല്ലഭായ് പട്ടേൽ. 4. മൗലിക അവകാശ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം 1927 മദ്രാസ് സമ്മേളനമാണ്. 5. 1927 മദ്രാസ് സമ്മേളനത്തിൽ അധ്യക്ഷൻ M.A. അൻസാരി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 5 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. അതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറയുന്നത്. ഒന്നാമത്തെ എന്തായിരുന്നു? മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം കറാച്ചിയിലെ 1931 നടന്നതാണ്. അതെന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്, നോട്ട് ചെയ്തോളൂ. രണ്ടാമത്തേത്, 1931 കറാച്ചി സമ്മേളനത്തിൽ അധ്യക്ഷൻ വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണോ? അല്ല, സർദാർ വല്ലഭായ് പട്ടേലാണ് 1931 കറാച്ചി സമ്മേളനത്തിൽ അധ്യക്ഷനായത് കേട്ടോ. മൂന്നാമത്തേത്, പ്രമേയം എഴുതി തയ്യാറാക്കിയത് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് തന്നിട്ടുണ്ട്. അത് തെറ്റാണ്. പ്രമേയം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. അപ്പോൾ ഈ 2ഉം 3ഉം സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നാലാമത്തേത്, മൗലിക അവകാശ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം 1927 മദ്രാസ് സമ്മേളനമാണ്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 5. 1927 മദ്രാസ് സമ്മേളനത്തിൽ അധ്യക്ഷനാരായിരുന്നു? M.A. അൻസാരി. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ്. അത് 2ഉം 3ഉമാണ്. ഓക്കെ, അടുത്തതും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഇവിടെ ശരിയായതാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. രാജ്യസഭ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. 2. രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന മന്ത്രിസഭയാണ്. 3. പരോക്ഷമായി തിരഞ്ഞെടുക്കുന്ന സഭയാണ് രാജ്യസഭ. ഇതിൽ ശരിയായത് ഏതൊക്കെയാണ്? 1ഉം 3ഉമാണ് കേട്ടോ. രാജ്യസഭ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു, അത് ശരിയാണ്. മൂന്നാമത്തേതായ പരോക്ഷമായി തിരഞ്ഞെടുക്കുന്ന സഭയാണ് രാജ്യസഭ. 1ഉം 3ഉം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? തെറ്റാണ് കേട്ടോ. നിയമസഭയിലെ അംഗങ്ങളാണ് രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. നിയമസഭയിലെ അംഗങ്ങളാണ് രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചോളൂ. രാജ്യസഭയുമായി ബന്ധപ്പെട്ട 3 പ്രസ്താവനകൾ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അടുത്തത് 31ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദേശീയ പതാകയുമായി ബന്ധമില്ലാത്തത് ഏത്? ദേശീയ പതാകയുമായി ബന്ധമില്ലാത്തതാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. പിംഗലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്തതാണ് ദേശീയ പതാക.
2 കുങ്കുമം, വെള്ള, പച്ച എന്നീ നിറങ്ങൾ ഉള്ളതാണ്. 1947 ഓഗസ്റ്റ് 1 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു. 4 3:2 അനുപാതത്തിൽ നിർമ്മിച്ചിരിക്കുന്നു. ഇതിൽ ബന്ധമില്ലാത്തത്, ദേശീയ പതാകയുമായി ബന്ധമില്ലാത്തത് പ്രസ്താവന 3 1947 ഓഗസ്റ്റ് 1 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു. അത് ബന്ധമില്ലാത്തതാണ്, അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ശരിയായിട്ടുള്ളത് എന്താണ്? 1947 ജൂലൈ 22 ഇന്ത്യൻ ഭരണഘടന ദേശീയ പതാക അംഗീകരിച്ചത്. വർഷം ഓർത്ത് വെച്ചോളൂ, നോട്ട് ചെയ്ത് വെച്ചോളൂ. 1947 ജൂലൈ 22 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത്. എന്തിനെ? ദേശീയ പതാകയെ. 4 3:2 അനുപാതത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് ശരിയായിട്ടുള്ളതാണ് കേട്ടോ. 32 ക്വസ്റ്റ്യൻ. ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിന് ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തി. ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ്. ഓപ്ഷൻസ് ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ പോസ് ചെയ്തിട്ട് വായിച്ച് ആൻസർ പറയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഞാൻ ആൻസർ പറഞ്ഞു പോകുന്നുണ്ട്, ഇല്ലെങ്കിൽ വീഡിയോ ലെങ്ത് കൂടും. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ്, മോത്തിലാൽ നെഹ്റു ആണ് കേട്ടോ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. അഭിമാനത്തോടെയും അന്തസ്സോടെയും ജോലി ചെയ്യാൻ എല്ലാ സ്ത്രീകൾക്കും അവകാശമുണ്ട് എന്ന് ഏത് കേസിലെ വിധിയിലാണ് കോടതി പരാമർശിച്ചത്? ഏതായിരിക്കും? നിർഭയ കേസുണ്ട്, വിശാഖ കേസുണ്ട്, സൈറാബാനു കേസുണ്ട്, ഗോലക്നാഥ് കേസുണ്ട്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ വിശാഖ കേസിലാണ്. വിശാഖ കേസിലാണ് അഭിമാനത്തോടെയും അന്തസ്സോടെയും ജോലി ചെയ്യാൻ എല്ലാ സ്ത്രീകൾക്കും അവകാശമുണ്ട് എന്ന് കോടതി പരാമർശിച്ചത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഭരണഘടനാ നിയമനിർമ്മാണ സമിതി സ്വതന്ത്ര ഇന്ത്യയുടെ നിയമനിർമ്മാണ സമിതിയായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, വേഗം വായിച്ച് ആൻസർ പറയാൻ നോക്കിയേ. ഓപ്ഷൻ എ 1950 ജാനുവരി 24, ഓപ്ഷൻ ബി 1947 ഓഗസ്റ്റ് 15, ഓപ്ഷൻ സി 1946 ഡിസംബർ 6, ഓപ്ഷൻ ഡി 1947 ജൂലൈ 22. ഇതിൽ ആൻസർ എന്താ വരിക? ഭരണഘടനാ നിയമനിർമ്മാണ സമിതി സ്വതന്ത്ര ഇന്ത്യയുടെ നിയമനിർമ്മാണ സമിതിയായത് ഓപ്ഷൻ ബി 1947 ഓഗസ്റ്റ് 15 കേട്ടോ. അങ്ങനെയാണെങ്കിൽ 1950 ജാനുവരി 24 എന്താണ് പ്രത്യേകത? ദേശീയ ഗീതത്തെ അംഗീകരിച്ചതാണ് 1950 ജാനുവരി 24. പിന്നെ ഓപ്ഷൻ ബി അറിയാലോ, 1947 എന്തായിരുന്നു? ഓഗസ്റ്റ് 15. ഭരണഘടനാ നിയമനിർമ്മാണ സമിതി സ്വതന്ത്ര ഇന്ത്യയുടെ നിയമനിർമ്മാണ സമിതി ആയതാണ് അല്ലേ. ഓപ്ഷൻ സി എന്താണ്? 1946 ഡിസംബർ 6 പ്രത്യേകത ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായതാണ് 1946 ഡിസംബർ 6 കേട്ടോ. ഭരണഘടനാ നിയമനിർമ്മാണ സഭ എന്താണ്? രൂപീകൃതമായി. ഓപ്ഷൻ ഡി 1947 ജൂലൈ 22 നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ. 1947 ജൂലൈ 22 പ്രത്യേകത എന്തായിരുന്നു? ദേശീയ പതാക അംഗീകരിച്ചു അല്ലേ. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതുകൊണ്ട് അത് നിങ്ങൾക്കറിയാം. അങ്ങനെയെങ്കിൽ ദേശീയ മുദ്രയെ അംഗീകരിച്ചത്, ദേശീയ മുദ്രയില്ലേ, അതിനെ അംഗീകരിച്ച വർഷം ഏതാണ്? 1950 ജാനുവരി 26 1950 ജാനുവരി 26 ദേശീയ മുദ്രയെ അംഗീകരിച്ചത്. അതുപോലെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ കലണ്ടറിനെ അംഗീകരിച്ചത് 1957 മാർച്ച് 22 കേട്ടോ. ഈ വർഷങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ, പഠിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തോളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ BR അംബേദ്കർ തൻ്റെ അവസാന പ്രസംഗത്തിൽ യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണെന്നാണ്. അപ്പോൾ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, വേഗം വായിച്ച് ആൻസർ പറയാൻ നോക്കിക്കോളൂ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങൾ തന്നെ ആൻസർ പറയാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. ഞാൻ പറയുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ പറയാം. പിന്നെ ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ട്, നമ്മുടെ വീഡിയോ ലെങ്ത് ആവാനായിട്ട് ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആൻസർ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്, ഓപ്ഷൻസ് ഒന്നും വായിക്കാൻ നിൽക്കുന്നില്ല. ആൻസർ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇതിനെയാണ് യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ BR അംബേദ്കർ തൻ്റെ അവസാന പ്രസംഗത്തിൽ വിശേഷിപ്പിച്ചത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇതിനെ യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചു. 36 ക്വസ്റ്റ്യൻ.
പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശം ഏത്? പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശമാണ് ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ മണിപ്പൂരാണ് കേട്ടോ, മണിപ്പൂരാണ്. അതുപോലെ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടവകാശം എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 326 കേട്ടോ. 326 ആർട്ടിക്കിൾ 326 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടവകാശം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനമല്ലാത്തത് ഏത്? ഭരണഘടനാ സ്ഥാപനം അല്ലാത്തതാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. ആൻസർ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, ആൻസർ 3ഉം 4ഉമാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന വിവരാവകാശ കമ്മീഷനും ഭരണഘടനാ സ്ഥാപനമല്ല. കേരള പബ്ലിക് സർവീസ് കമ്മീഷനും സംസ്ഥാന ധനകാര്യ കമ്മീഷനുമാണ് ഭരണഘടനാ സ്ഥാപനമായിട്ട് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 38 ഇന്ത്യയിലെ സംസ്ഥാന ഗവർണറായി നിയമിക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏത്, അല്ലെങ്കിൽ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? ഇന്ത്യയിലെ സംസ്ഥാന ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 157 കേട്ടോ. 157. ഈ ഗവർണറുടെ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ഇന്ത്യൻ പൗരനായിരിക്കണം, പിന്നെ 35 വയസ്സുണ്ടായിരിക്കണം അല്ലേ. അതുപോലെ തന്നെ പ്രസിഡൻറ്റിൻ്റെ, വൈസ് പ്രസിഡൻറ്റിൻ്റെ, ഗവർണറിൻ്റെ, ഇവരുടെ 3 പേരുടെയും യോഗ്യത വയസ്സ് എന്ന് പറയുന്നത് 35 വയസ്സ് തികഞ്ഞിരിക്കണം എന്നാണ്. ഓക്കെ, ഞാൻ ഈ എക്സ്ട്രാ പറയുന്ന പോയിൻറ്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഓക്കെ, ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 153. ഇന്ത്യയിലെ സംസ്ഥാന ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള യോഗ്യത വിവരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിളാണ് നമ്മൾ അപ്പോഴേ പറഞ്ഞ 157. ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 153, മാറിപ്പോവരുത്. അങ്ങനെയെങ്കിൽ ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് കേട്ടോ. രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ നിയമദിനം. ദേശീയ നിയമദിനം എന്നാണ് നവംബർ 26 കേട്ടോ. നവംബർ 26 ദേശീയ നിയമദിനം. 40ാമത്തെ ക്വസ്റ്റ്യൻ, കൺകറൻറ്റ് ലിസ്റ്റ് എന്ന ആശയം കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ്? ഏത് രാജ്യത്ത് നിന്നാണ്? യെസ്, ഓപ്ഷൻ സി ഓസ്ട്രേലിയയിൽ നിന്നാണ് കൺകറൻറ്റ് ലിസ്റ്റ് എന്ന ആശയം കടമെടുത്തത്. നമ്മൾ നേരത്തെ കുറേ ക്വസ്റ്റ്യൻസിൽ നമ്മൾ കടമെടുത്ത ആശയങ്ങളെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഒരു 4-5 നമ്മൾ പഠിച്ചിട്ടുണ്ട് കുറച്ച് മുൻപത്തെ ക്വസ്റ്റ്യൻസിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? കൺകറൻറ്റ് ലിസ്റ്റ് എന്ന ആശയം കടമെടുത്തത് എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. എന്തൊക്കെയാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നത്? വിദ്യാഭ്യാസം വരും, വനം വരും, കോടതികളുടെ രൂപീകരണം വരും, വന്യമൃഗങ്ങൾ വരും, പിന്നെ വില നിയന്ത്രണം, വൈദ്യുതി, ജനസംഖ്യാ നിയന്ത്രണം, ക്രിമിനൽ ആൻഡ് ട്രേഡ് യൂണിയൻ നിയമം, ഇതൊക്കെ എന്താണ്? കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും അതിൽ തുടരുന്നതിനും അത് പ്രചരിപ്പിക്കുന്നതിനും എല്ലാ വ്യക്തികൾക്കും തുല്യ അവകാശം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും അതിൽ തുടരുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും എല്ലാ വ്യക്തികൾക്കും എന്തുണ്ട്? തുല്യ അവകാശം ഉണ്ട് അല്ലേ. ആ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ് ആൻസർ വരിക? ആൻസർ ഡി 25 കേട്ടോ. ഓപ്ഷൻ ഡി 25 ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്തതൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. 3 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 18. 2, അടിയന്തരാവസ്ഥ കടം കൊണ്ടിരിക്കുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. 3, അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യാം എന്ന ആശയം കടമെടുത്ത രാജ്യം അമേരിക്ക. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 3 കേട്ടോ. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യാം എന്ന ആശയം കടമെടുത്ത രാജ്യം ജർമ്മനിയാണ്, അമേരിക്ക അല്ല കേട്ടോ, ജർമ്മനിയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. മാച്ച് ദ ഫോളോയിങ് ആണ്. ഇവിടെ വ്യക്തികളും തന്നിട്ടുണ്ട്, അവരുമായി ബന്ധപ്പെട്ട ദിനങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് മാച്ച് ചെയ്യേണ്ടത് കേട്ടോ. ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ,
ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ചരൺ സിംഗ്. ബി പാർട്ടിൽ വരുന്നത് ദേശീയ അധ്യാപക ദിനം, രാഷ്ട്രീയ ഏകതാ ദിവസ്, സി കർഷക ദിനം, ഡി ശിശുദിനം. അപ്പോൾ ഇതിനെങ്ങനെ മാച്ച് ചെയ്യാൻ പറ്റും നമുക്ക്? ജവഹർലാൽ നെഹ്റു ഏത് ദിനവുമായി ബന്ധപ്പെട്ടതാണ്? യെസ്, ശിശുദിനവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. സർദാർ വല്ലഭായ് പട്ടേൽ ഏത് ദിനമാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. യെസ്, രാഷ്ട്രീയ ഏകതാ ദിവസവുമായി ബന്ധപ്പെട്ടതാണ് സർദാർ വല്ലഭായ് പട്ടേൽ അല്ലേ. ഇനി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഏത് ദിനമാണ്? ദേശീയ അധ്യാപക ദിനവുമായി ബന്ധപ്പെട്ടതാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അല്ലേ. ഇനി ചരൺ സിംഗിൻ്റെ ദിനം ഏതാണ്? യെസ്, കർഷക ദിനവുമായി ബന്ധപ്പെട്ടതാണ് ചരൺ സിംഗ്. ഓക്കെ അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു ശിശുദിനം, സർദാർ വല്ലഭായ് പട്ടേൽ രാഷ്ട്രീയ ഏകതാ ദിവസ്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ദേശീയ അധ്യാപക ദിനം, പിന്നെ ചരൺ സിംഗ് അല്ലേ കർഷക ദിനം. ഓക്കെ. അപ്പോൾ ദേശീയ അധ്യാപക ദിനം ഏതാണ് ദിവസം? ദേശീയ അധ്യാപക ദിനം യെസ്, സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം അല്ലേ. ഒക്ടോബർ 31 പ്രത്യേകത എന്താണ്? അത് രാഷ്ട്രീയ ഏകതാ ദിവസമാണ് ഒക്ടോബർ 31. കർഷക ദിനം എന്നാണ്? ഡിസംബർ 23 കർഷക ദിനം കേട്ടോ. നവംബർ 14 പിന്നെ അറിയാലോ അല്ലേ, ശിശുദിനമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 44, അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം സെപ്റ്റംബർ 15 കേട്ടോ. സെപ്റ്റംബർ 15 അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. ഓക്കെ. ഇനി നവംബർ 26 പ്രത്യേകത എന്താണ്? ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ നോക്കാം. നവംബർ 26 പ്രത്യേകതയാണ് ഇന്ത്യൻ ഭരണഘടനാ ദിനം അഥവാ നിയമദിനം. ഇന്ത്യൻ ഭരണഘടനാ ദിനം അഥവാ നിയമദിനമാണ് സെപ്റ്റംബർ 26. ഒക്ടോബർ 15 പ്രത്യേകത എന്താണ്? ലോക വിദ്യാർത്ഥി ദിനം. ലോക വിദ്യാർത്ഥി ദിനമാണ് ഒക്ടോബർ 15. ജാനുവരി 12 പ്രത്യേകതയാണ് ദേശീയ യുവജന ദിനം. ജാനുവരി 12 എന്താണ്? ദേശീയ യുവജന ദിനമാണ്. സെപ്റ്റംബർ 15 അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഏത്? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് ജൻ കല്യാൺ മാർഗ് കേട്ടോ. ജൻ കല്യാൺ മാർഗാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി എന്ന് പറയുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ കന്റോൺമെൻറ്റ് ഹൗസ് ആരുടെയാണ്? കന്റോൺമെൻറ്റ് ഹൗസ് എന്ന് പറയുന്നത് കേരള പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയുടെ പേരാണ് കേട്ടോ. ഔദ്യോഗിക വസതിയാണ് കന്റോൺമെൻറ്റ് ഹൗസ് എന്ന് പറയുന്നത്. ആരുടെയാണ്? കേരള പ്രതിപക്ഷ നേതാവിൻ്റെ. ക്ലിഫ് ഹൗസ് എന്ന് പറയുന്നത് കേരള മുഖ്യമന്ത്രിയുടെ വസതിയുടെ പേരാണ് ക്ലിഫ് ഹൗസ് എന്ന് പറയുന്നത്. അടുത്തത് രാജ്ഭവൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവർണറുടെ വസതിയാണ്. ഔദ്യോഗിക വസതിയാണ് രാജ്ഭവൻ, സ്റ്റേറ്റ് ഗവർണർ കേട്ടോ. 46 ക്വസ്റ്റ്യൻ, ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണം എന്താണ്? ഈ ആധികാരിക പ്രമാണത്തിന് പറയുന്ന പേര്? ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളൊക്കെ അടങ്ങുന്ന ആധികാരിക പ്രമാണത്തെ പറയുന്ന പേരാണ് ഭരണഘടന. എന്താണ്? ഭരണഘടന. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഭരണഘടനാ രൂപീകരണത്തിനായി വേണ്ടി വന്ന സമയം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. PYQ ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇന്ത്യയുടെ ഭരണഘടന രൂപീകരണത്തിനായി വേണ്ടി വന്ന സമയം എത്രയാണ്? 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ് കേട്ടോ. 2 വർഷം 11 മാസം 17 ദിവസം. ഓക്കെ. ഞാൻ വീണ്ടും പറയാണ്, സ്പീഡ് കൂടുതലാണെന്ന് എനിക്കറിയാം. ഞാൻ ഓപ്ഷൻസ് ഒന്നും വായിക്കുന്നില്ല, ക്വസ്റ്റ്യൻസ് മാത്രം വായിച്ച് ആൻസർ പറയുകയാണ്. നിങ്ങൾ പോസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? ക്വസ്റ്റ്യൻ വായിച്ച് ഓപ്ഷൻസ് വായിച്ച് നിങ്ങൾ തന്നെ ആൻസറിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യയുടെ ഔദ്യോഗിക പുസ്തകം ഏത്? ഇന്ത്യയുടെ ഒഫീഷ്യൽ ബുക്ക് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? അറിയാവുന്നതാണ് അല്ലേ. വൈറ്റ് പേപ്പർ ആണ് ഇന്ത്യയുടെ ഔദ്യോഗിക പുസ്തകം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ബാക്കി ഓപ്ഷൻസ് കൂടെ നോക്കണ്ടേ? ബ്ലൂ ബുക്ക് ഏത് രാജ്യത്തിൻ്റെയാണ്? ബ്ലൂ ബുക്ക് ഇംഗ്ലണ്ടിൻ്റെയാണ് കേട്ടോ. ഇംഗ്ലണ്ടിൻ്റെ ഒഫീഷ്യൽ ബുക്കാണ് ബ്ലൂ ബുക്ക് എന്ന് പറയുന്നത്. യെല്ലോ ബുക്ക് എന്ന് പറഞ്ഞാൽ ഫ്രാൻസിൻ്റെയാണ് കേട്ടോ. യെല്ലോ ബുക്ക് ആരുടെയാണ്? ഫ്രാൻസ് ആണ്. ഓക്കെ. ഇനി ഓറഞ്ച് ബുക്ക് എന്ന് പറയുന്നത് ഹോളണ്ടിൻ്റെ
ഒഫീഷ്യൽ ബുക്കാണ് കേട്ടോ. ഹോളണ്ടിൻ്റെ ഒഫീഷ്യൽ ബുക്ക് ഏതാണ്? ഓറഞ്ച് ആണ്. ഗ്രീൻ ബുക്ക് എന്ന് പറഞ്ഞാൽ ഇറാനിൻ്റെയും ഇറ്റലിയുടെയും ഒഫീഷ്യൽ പുസ്തകമാണ്, ഒഫീഷ്യൽ ബുക്കാണ് ഗ്രീൻ ബുക്ക് എന്ന് പറഞ്ഞാൽ. വൈറ്റ് ബുക്ക്, വൈറ്റ് പേപ്പർ നമ്മുടെ ഇന്ത്യയുടെയാണ്, വൈറ്റ് പേപ്പർ ഇന്ത്യയുടെയാണ്. വൈറ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ചൈന, ജർമ്മനി, പോർച്ചുഗൽ. ഓക്കെ, അപ്പോൾ ഇവരുടെ 3 പേരുടെയും 3 രാജ്യത്തിൻ്റെയും ഒഫീഷ്യൽ ബുക്കിൻ്റെ പേരെന്താണ്? വൈറ്റ് ബുക്ക് എന്നാണ്. വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയുടെയാണ്, മാറിപ്പോവരുത്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകസഭയിലേക്ക് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ലോകസഭയിലേക്ക് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 543 ആണ് കേട്ടോ. ബി ആണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ, 543. 50ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ളതിൽ ലോകസഭയെക്കുറിച്ചുള്ള പ്രസ്താവന അല്ലാത്തത് ഏത്? ലോകസഭയെക്കുറിച്ചുള്ള പ്രസ്താവന അല്ലാത്തതാണ് കേട്ടോ, ബന്ധമില്ലാത്തതാണ്. നമുക്ക് നോക്കാം. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. ഉപരാഷ്ട്രപതി അധ്യക്ഷത വഹിക്കുന്നു. 5 വർഷമാണ് കാലാവധി. പാർലമെൻറ്റിൻ്റെ അധോസഭ എന്നറിയപ്പെടുന്നു. ഇതിൽ ലോകസഭയെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏത്, അല്ലെങ്കിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? യെസ്, ഓപ്ഷൻ ബി, ഉപരാഷ്ട്രപതി അധ്യക്ഷത വഹിക്കുന്നു. അധ്യക്ഷത വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണോ? അല്ല അല്ലേ, ലോകസഭാ സ്പീക്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. എവിടെ? ലോകസഭയിൽ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ബില്ല് നിയമമാകുന്നത് എപ്പോൾ? ഒരു ബില്ല് നിയമമാകുന്നത് രാഷ്ട്രപതി ഒപ്പുവെക്കുമ്പോഴാണ് കേട്ടോ. ആരാണ്? രാഷ്ട്രപതിയാണ് ഒപ്പുവെക്കുന്നത്. ഓക്കെ, ഈ രാഷ്ട്രപതി ഒപ്പുവെക്കുമ്പോഴാണ് ഒരു ബില്ല് നിയമമാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത്. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകസഭയാണ് അല്ലേ. ലോകസഭയാണ് ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് ഏത് സഭയാണ്? സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോളൂ. അടുത്തത്, നിയമത്തിൻ്റെ കരട് രൂപം അറിയപ്പെടുന്നത്. നിയമത്തിൻ്റെ കരട് രൂപം അറിയപ്പെടുന്നത് ബില്ല് എന്നാണ് കേട്ടോ. ബില്ലിനെയാണ് നിയമത്തിൻ്റെ കരട് രൂപം എന്നറിയപ്പെടുന്നത്. ഓക്കെ. 55ാമത്തെ ക്വസ്റ്റ്യൻ, ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസ്സാക്കുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നത് ഏത് വായനയിലാണ്? നമുക്കറിയാം, 1ാം വായനയുണ്ട്, 2ാം വായനയുണ്ട്, 3ാം വായനയുണ്ട് അല്ലേ. അതിൽ ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസ്സാക്കുകയോ അല്ലെങ്കിൽ എന്താണ് മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നത് ഏത് വായനയാണ്? അത് 2ാം വായനയാണ് കേട്ടോ. 1ാം വായന എന്ന് പറയുന്നത് ബില്ലിൻ്റെ അവതരണമാണ്. 3ാം വായന എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ബില്ല് പാസ്സാക്കും, അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. ഓക്കെ. 2ാം വായന അറിയാലോ, അത് ഓരോ കാര്യങ്ങളും അല്ലേ, ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസ്സാക്കുകയോ അല്ലെങ്കിൽ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നതാണ് എന്ത്? 2ാം വായന. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെച്ചോളൂ, അത് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യം ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാവൂ എന്ന ഭരണഘടന അനുശാസിക്കുന്നത് ഏത് തരം ബില്ലുകളാണ്? ഏത് തരം ബില്ലുകളാണ് ആദ്യം ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാവൂ എന്ന് ഭരണഘടന അനുശാസിക്കുന്നത്? ധനബില്ലാണ് കേട്ടോ. അതായത് മണി ബില്ലാണ് ആദ്യം ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാവൂ എന്ന് ഭരണഘടന അനുശാസിക്കുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ലോകസഭ പാസ്സാക്കി അയക്കുന്ന ബില്ല് എത്ര ദിവസങ്ങൾക്കകം രാജ്യസഭ നിർദ്ദേശങ്ങൾ സഹിതം തിരിച്ചയക്കണം? എത്ര ദിവസമാണ് ലോകസഭ പാസ്സാക്കി അയക്കുന്ന ബില്ല് എത്ര ദിവസങ്ങൾക്കകമാണ് രാജ്യസഭ നിർദ്ദേശങ്ങൾ സഹിതം തിരിച്ചയക്കേണ്ടത്? എത്രയാണ്? യെസ്, 14 ദിവസമാണ് കേട്ടോ. ഓപ്ഷൻ ഡി, 14 ദിവസമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കൂ. കർണാടക, തെലുങ്കാന, രാജസ്ഥാൻ, മഹാരാഷ്ട്ര കൊടുത്തിട്ടുണ്ട്. ഇതിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് രാജസ്ഥാനാണ്. ബാക്കി 3ഉം ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള സംസ്ഥാനങ്ങളാണ് കേട്ടോ. വേറെയും സംസ്ഥാനങ്ങളുണ്ട്, നോട്ട് ചെയ്ത് വെച്ചോളൂ, ഞാൻ പറഞ്ഞു തരാം. ബീഹാർ, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ, ഇതൊക്കെ എന്താണ്? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള സംസ്ഥാനങ്ങളാണ്. ഏതൊക്കെയാണ്? ബീഹാർ, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ, കർണാടക, തെലുങ്കാന, മഹാരാഷ്ട്ര. ഓക്കെ.
ഇതുകൂടെ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അധോസഭയെ നമ്മൾ നിയമസഭ എന്ന് വിളിക്കുന്നുണ്ട്. അധോസഭയെ നിയമസഭ എന്ന് വിളിക്കുന്നുണ്ട്. ഉപരിസഭയെ എന്ത് വിളിക്കുന്നു? നിയമസമിതി എന്നും വിളിക്കുന്നുണ്ട്. മാറിപ്പോവരുത്. അധോസഭ നിയമസഭയും ഉപരിസഭ എന്താണ്? നിയമസമിതി എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, പാർലമെൻറ്റിൽ ചോദ്യോത്തരവേള എത്ര ടൈം ടു എത്ര ടൈം വരെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാർലമെൻറ്റിൽ ചോദ്യോത്തരവേള എന്ന് പറഞ്ഞാൽ 11 AM ടു 12 PM വരെയാണ് കേട്ടോ. 11 AM ടു 12 PM വരെയാണ്. മാറിപ്പോവരുത്. 60ാമത്തെ ക്വസ്റ്റ്യൻ, രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ ഉൾപ്പെടാത്തത് ഏത്? രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം അല്ലേ. ലോകസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, രാജ്യസഭയിലും ലോകസഭയിലും നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങൾ, സംസ്ഥാന നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഇതിലേതാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ ഉൾപ്പെടാത്തതാണ് കേട്ടോ. അത് നോട്ട് ചെയ്ത് വെക്കണേ, ഉൾപ്പെടാത്തത്. കാരണം ഉൾപ്പെടുന്നത് ഏത്, ഉൾപ്പെടാത്തത് ഏതെന്ന് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അവിടെ അണ്ടർലൈൻ ചെയ്തിട്ട് വേണം ഓപ്ഷൻസ് വായിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ആൻസർ വരുന്നത് രാജ്യസഭയിലെയും ലോകസഭയിലെയും നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങൾ, അതാണ് ഉൾപ്പെടാത്തത്. ബാക്കിയെല്ലാം രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ ഉൾപ്പെടുന്നവയാണ്. ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? ലോകസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾപ്പെടും, രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾപ്പെടും, സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഉൾപ്പെടും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം ആർക്കാണ് ഉള്ളത്? ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ് ഉള്ളത് കേട്ടോ. രാഷ്ട്രപതിക്കാണ് ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം ഉള്ളത്. ഓക്കെ, നോട്ട് ചെയ്തോളൂ, ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇന്ത്യയുടെ പരമോന്നത കോടതി ഏതാണ്? അത് സുപ്രീം കോടതിയാണെന്ന് അറിയാം അല്ലേ. സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആണ് HJ കനിയ. HJ കനിയ ആണ് സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോക് അദാലത്ത് കേട്ടിട്ടുണ്ട് അല്ലേ. ലോക് അദാലത്ത് എന്ന വാക്കിന് അർത്ഥം എന്താണ്? ജനങ്ങളുടെ കോടതി. ജനങ്ങളുടെ കോടതി എന്നാണ് ലോക് അദാലത്തിൻ്റെ അർത്ഥം. ഓക്കെ. 64ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ കാലിഗ്രാഫർ ആരായിരുന്നു? ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ കാലിഗ്രാഫർ? അറിയാവുന്നതാണ് അല്ലേ. അതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്, ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. പ്രേം ബഹരി നരൈൻ റൈസാദയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ കാലിഗ്രാഫർ. ആരാണ്? പ്രേം ബഹരി നരൈൻ റൈസാദ. അടുത്തത് ലാസ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. 65ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആമുഖം എത്ര വാക്കുകളിലാണ് എഴുതിയിട്ടുള്ളത്? എത്ര വാക്കുകളിലാണ് ആമുഖം എഴുതിയിട്ടുള്ളത്? 73 വാക്കുകളിലാണ് ആമുഖം എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ 65 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അതിൽ ഇതെല്ലാം ഈ 65ഉം PYQ തന്നെയാണ് കേട്ടോ. ഞാൻ അത് മാത്രം സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്യുക, പഠിക്കുക. ഓക്കെ. ഈ 65 ക്വസ്റ്റ്യൻസിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കുക കേട്ടോ. എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ അത് പറയുക. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.